അങ്ങനെയെങ്കിൽ നമുക്ക് ഏരിയ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഏരിയനെ ഗ്രാഫിനെ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സ്ലോപ്പ് ഒന്ന് ഏരിയ അണ്ടർ ദി ഗ്രാഫ് അക്കോർഡിംഗ് അല്ലേ അതെ. സോ അതിൽ ഏരിയ തന്നെ രണ്ട് തരം നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ആയിട്ട് പെർട്ടിക്കുലർ ഇൻ്റർവെൽ, ഓക്കെ, അല്ലെങ്കിൽ ഏരിയ ആയിട്ട് പെർട്ടിക്കുലർ പോയിന്റ്. ആൻഡ് ഈ ഒരു കാറ്റഗറി നമുക്ക് ആദ്യം നോക്കാം. ഏരിയ ആയിട്ട് പെർട്ടിക്കുലർ ഇൻ്റർവെൽ എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഗ്രാഫ് തന്നു, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തരാം, അത് വെച്ച് നമുക്ക് പറയാം. സോ ഇവിടെ നമുക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നു. ഓക്കെ, സോ വൈ ആക്സിൽ നമുക്ക് എന്തുണ്ട്, വെലോസിറ്റി ഉണ്ട്, ഇവിടെ നമുക്ക് ടി ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് പോയിരിക്കുന്നത്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് അല്ല, ഇങ്ങനത്തെ ഒരു വളഞ്ഞ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഗ്രാഫ് തന്നേക്കുന്നത്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ പോയിന്റും ആൻഡ് ഈ പോയിന്റും, ഈ ഒരു ഇൻ്റർവെൽ, ഈ ഒരു ടൈം ഇൻ്റർവെലിന് ഇടയ്ക്കുള്ള സ്ലോപ്പും കാര്യങ്ങൾ കാണാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. എന്താ ചെയ്യേണ്ടത് എത്ര സാഹചര്യത്തിൽ? ഒന്നും ചെയ്യേണ്ട, അതാണ്ട് ഈ രണ്ട് പോയിന്റിനെയും കണക്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. വരച്ചോ? എന്നിട്ട് അതിൽ നിന്ന് ഒരു ട്രയാങ്കിൾ അങ്ങ് ഫോം ചെയ്യുക. സോ ഇതൊരു ട്രയാങ്കിളാണ്. അപ്പം ഇതിൽ നിന്നും നമുക്കൊരു എന്ത് കിട്ടി, ഒരു ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്തു. ഓക്കെ, സോ ഇവിടുത്തെ ആംഗിൾ തീറ്റ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, നമുക്ക് സുഖമായിട്ട് സ്ലോപ്പ് കിട്ടും. സോ ടാൻ തീറ്റ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താ? ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താ? അതാണ്ട് ഈ പോയിന്റിലെ വെലോസിറ്റിയെ ഞാൻ v1 എന്ന് വിളിച്ചു. അതെ, ഇതിനെ കറസ്പോണ്ടിങ് വെലോസിറ്റി v1 എന്നും ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി അത് ഞാൻ v2 എന്നും വിളിച്ചു. അതുപോലെ താഴെ ടൈം, അതുകൊണ്ട് ഇതിനെ ഞാൻ t2 എന്നും ഈ കറസ്പോണ്ടിങ് ടൈമിനെ ഞാൻ t1 എന്നും വിളിച്ചു. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി വിച്ച് ഇസ് v2 മൈനസ് v1 ബൈ ചേഞ്ച് ഇൻ ടൈം t2 മൈനസ് t1. ഇതായിരിക്കും ഇവിടുത്തെ ഈ രണ്ട് ടൈം ഇൻ്റർവെലിനിടയ്ക്കുള്ള ആ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ത് നമുക്ക് തരും? നമുക്കറിയാം, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ്, അതിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്താ തരുന്നത്? നമുക്ക് ആക്സിലറേഷൻ ആണ് തരുന്നത്, ശരിയല്ലേ? ആക്സിലറേഷൻ തരും. ഇവിടെ എന്താണ് ആക്സിലറേഷൻ? ഇവിടെ നമുക്ക് ആവറേജ് ആക്സിലറേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഒരു ഇൻ്റർവെല്ലാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആവറേജ് ആക്സിലറേഷൻ ആയിരിക്കും അവിടെ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണോ? സോ ദിസ് ഇസ് ഹൗ നമുക്ക് ആവറേജ് ആക്സിലറേഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി സപ്പോസ് വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കയ്യിൽ ഇതിന് പകരം, ഇതിൻ്റെ സ്ഥാനത്ത് പകരം വെലോസിറ്റി അല്ല, പകരം നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് എക്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്നും എസ് എന്നും എസ് ഡിസ്പ്ലേസ് ഇങ്ങനെ പല രീതിയിൽ നമ്മൾ എഴുതും കേട്ടോ. എല്ലാം ഒന്ന് തന്നെ അർത്ഥം. നേരത്തെ എസ് അല്ലേ പറഞ്ഞെങ്കിൽ അത് തന്നെ പറയാം. സോ ഡിസ്പ്ലേസ്മെൻറ്റാണ് തന്നെ, അല്ലെങ്കിൽ എക്സ് ആണ് തന്നത്. സോ ഈ ഒരു പോയിന്റ് ഞാൻ x1 എന്ന് വിളിച്ചു, ഇതിനെ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഞാൻ x2 എന്ന് വിളിച്ചു. സ്ലോപ്പ് എങ്ങനെ കാണും? ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറത്തേ ഉള്ളൂ. ഇക്വേഷൻ വന്നിട്ട് x2 മൈനസ് x1 ബൈ t2 മൈനസ് t1 നമുക്ക് എന്ത് തരും? പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ നമുക്ക് തരുന്നത്? നമുക്കത് വെലോസിറ്റിയാണ് തരുന്നത്. ഇവിടെ എന്ത് വെലോസിറ്റി? ഇൻ്റർവെല്ലിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ, സ്ലോപ്പ് കാണുന്നതെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി ആയിരിക്കും കിട്ടുന്നത്, കണ്ടോ? സോ ഒരു ഇൻ്റർവെല്ലിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആവറേജ് വാല്യൂസ്, ആവറേജ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി, അത്തരം കാര്യങ്ങളായിരിക്കും ഇത്തരം കേസിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഏരിയ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഏരിയ അതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. സോ ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ആ ഗ്രാഫ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്താണ് നമുക്ക് കിട്ടാൻ സാധ്യത എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. എല്ലാം ഒന്ന് വായിക്കുകയാണ് ഞാൻ. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ ഒരു പോയിന്റിലാണെങ്കിൽ എന്താണ് കിട്ടുക നോക്കാം. സോ ഇവിടെ നമുക്കൊരു ഗ്രാഫ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഗ്രാഫ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫിൻ്റെ ഗ്രാഫ് വന്നിട്ട് ഇങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് വെച്ചാൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്, എക്സ് ടി ഗ്രാഫാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഈ ഒരു പോയിന്റിലെ സ്ലോപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഈ പോയിന്റിലെ പെർട്ടിക്കുലർ പോയിന്റ്, അത് നമ്മുടെ സെക്കൻഡ് കാറ്റഗറി, ഏരിയ ആയിട്ട് പെർട്ടിക്കുലർ പോയിന്റ്. സോറി, ഇതെല്ലാം ഞാൻ ഏരിയ എന്നായിരുന്നു എഴുതിയേ, മൈ മിസ്റ്റേക്ക്. ഏരിയ അല്ല, സ്ലോപ്പ് ആയിരുന്നേ. സ്ലോപ്പ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്, സ്ലോപ്പ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻ്റർവെൽ, അങ്ങനെ. സോ ഈ ഒരു പോയിന്റിലെ സ്ലോപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ അത്തരം കേസിൽ നമുക്ക് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല, ജസ്റ്റ് ആ ഒരു പോയിന്റ് അതും കൂടി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു
ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ പോയിന്റും കൂടി ചേർത്ത് നമ്മളൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അതുകൊണ്ട് ഇതുപോലെ. ഓക്കെ, ഇത്ര ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് അവിടെ നിന്നും നമ്മൾ എന്താ എക്സസിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് നമുക്ക് എന്ത് കിട്ടും? തീറ്റ കിട്ടും. ജസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ടാൻ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇവിടുത്തെ കേസിൽ ചെറിയ പോയിന്റ് എന്ന് വെച്ചാൽ ചെറിയ ഡിസ്റ്റൻസ് അല്ലെ, ഒരു ഇന്റർവൽ അല്ല നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ ഒരൊറ്റ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഒക്കെ വളരെ ചെറുതാണ്. സോ ഡി എക്സ്, ചെറിയ ദൂരം എന്ന് പറയുന്നത് നമ്മൾ ഡി എക്സ് എടുത്തു. ടൈം എന്ന് വെച്ചാൽ ഡി ടി ആണ്. സോ ഡി എക്സ് ബൈ ഡി ടി അത് നമുക്ക് എന്ത് തരും? നമുക്കത് ഡി എക്സ് ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താ തരുന്നത്? വെലോസിറ്റിയാണ് തരുന്നത്. എന്ത് വെലോസിറ്റി? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി തരും. മനസ്സിലായോ? സോ സ്ലോപ്പ് അറ്റ് എ പെർട്ടിക്കുലർ ഇന്റർവെൽ നമുക്ക് ആവറേജ് വെലോസിറ്റി തരും ഇഫ് എക്സ് ടി ഗ്രാഫ് എടുക്കുന്നെങ്കിൽ. ബട്ട് സ്ലോപ്പ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കും തരുന്നത്. ഇതേ പരിപാടി നമുക്ക് മറ്റേത് വെച്ച് ചെയ്യാം. ഏത് വെച്ചാൽ? ആക്സലറേഷൻ വെച്ച് ചെയ്യാം. സോ സപ്പോസ് നമുക്ക് നമുക്ക് തന്നിരിക്കുന്നത് വി ടി ഗ്രാഫ് ആണെന്ന് വെച്ചു. സോ നമുക്ക് വി ടി ഗ്രാഫാണ്. ഇത് വി ആണ്, അത് ടി ആണ്. വി ടി ഗ്രാഫ് ആണെങ്കിൽ എന്ത് സംഭവിക്കുക? ആ ചെറിയ വെലോസിറ്റി അത് ഡി വി എന്ന് പറയും. ആ ചെറിയ ടൈം അത് ഡി ടി എന്ന് പറയും. സോ നമുക്ക് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. എന്താണ് ഡി വി ബൈ ഡി ടി? നമുക്ക് ഇത് തരും, നമുക്ക് ആക്സിലറേഷൻ തരും. സോ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഇത് ആക്സിലറേഷൻ തരും. അതെന്ത് ആക്സിലറേഷൻ ആണ്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആയിരിക്കും നമുക്ക് അവിടെ തരുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ നമുക്ക് ഇതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആവറേജ് വാല്യൂസ് ആയിരിക്കും തരുന്നത്. കിട്ടുന്നത് ഇതാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത സൈഡിലേക്ക് പോകാം. നമുക്ക് ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഏരിയ അണ്ടർ ഗ്രാഫിൽ താഴെയായിട്ട് രണ്ട് സാധനങ്ങൾ, വെക്ടർ ആണെങ്കിൽ എങ്ങനെ, സ്കെയിലർ ആണെങ്കിൽ എങ്ങനെ, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അറിയാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ത് വേണേലും എടുത്തോ, ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും ആക്സിലറേഷൻ ആണെങ്കിലും ഇതൊക്കെ എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റീസ് അല്ലേ? ഫോർ എക്സാമ്പിൾ ഇനി പറയുന്ന ഇവരൊക്കെ തന്നെ ഇമാരൊക്കെയാ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതൊക്കെ വെക്ടർ ക്വാണ്ടിറ്റീസാണ്. ഡിസ്റ്റൻസ്, ഇതൊക്കെ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റീസാണ്. അങ്ങനെ വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ? വെക്ടർ ക്വാണ്ടിറ്റീസ് നമുക്കറിയാം, പോസിറ്റീവ് വരുന്നുണ്ട്, സീറോ വരുന്നുണ്ട്, നെഗറ്റീവ് വരുന്നുണ്ട്. സോ ഇതെങ്ങനെ എടുക്കും? ഓക്കെ, കിട്ടുന്ന വെക്ടർ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണോ അല്ലെ? ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് സ്ലോപ്പ് വന്നിട്ട് എന്താ കിട്ടിയത്, അല്ലെങ്കിൽ സ്ലോപ്പ് ഏരിയോ എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടിയെന്ന് വെച്ചോ, അത് ഏതാണ്? പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, സീറോ ആണോ? ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? എളുപ്പ വഴിയാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാം. അത് എളുപ്പമാണ്, നമുക്കത് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ ഇത് ഞാൻ മാറ്റാം. നമ്മുടെ കയ്യിൽ ഒരു ഗ്രാഫ് ഉണ്ട്. സോ ഇതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ്. ഓക്കെ, ആൻഡ് ആദ്യം നോക്കാം, അത് ഏത് വേണം എന്നൊന്നുമില്ല. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫാണോ ഡിസ്പ്ലേസ്മെൻ്റ് അതൊന്നും നോക്കണ്ട. നമുക്ക് കിട്ടിയിരിക്കുന്ന ടീറ്റയുടെ വാല്യൂ വന്നിട്ട് 90യെക്കാട്ടിലും ചെറുതാണോ എന്ന് നോക്കുക. 90യെക്കാട്ടിലും ചെറുതാണോ? അതെ, കാണുമ്പോൾ അറിയാം. ടീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 90യെക്കാട്ടിലും ചെറുതാണ് ടീറ്റയുടെ വാല്യൂ. അങ്ങനെയെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമുക്കൊരു പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും ആ കേസിൽ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി സപ്പോസ് നമുക്കൊരു ഗ്രാഫ് ഉണ്ട്. നമ്മുടെ ഗ്രാഫ് എന്ന് വെച്ചാൽ അതാണ്ട് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമോ അല്ലെ വെലോസിറ്റി ടൈമോ എന്തോ ആയിക്കോട്ടെ, ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ. സോ ഇവിടെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്ലോപ്പ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇവിടുത്തെ സ്ലോപ്പ് 0 ആയിരിക്കും കിട്ടുന്നത്. ശരിയല്ലേ? ഇവിടുത്തെ സ്ലോപ്പ് വന്നിട്ട് നമുക്ക് എത്ര ആയിരിക്കും? 0 ആയിരിക്കും കിട്ടുന്നത് അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ടാൻ തീറ്റ അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 0 എന്ന് പറയാം. തീറ്റ ഇവിടെ 0 ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ 0, സോറി, തീറ്റ എന്നല്ല, ഇത് 0 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി ആണ്. അതുകൊണ്ട് ടാൻ തീറ്റ എത്ര എന്ന് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പം സ്ലോപ്പ് എന്തായി? ടാൻ തീറ്റ എന്ന് വെച്ചാൽ സ്ലോപ്പാണ്. സോ ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 0 കിട്ടി. കണ്ടോ? അപ്പോൾ നമുക്ക് തീറ്റ 0 ആണ് എന്നുണ്ടെങ്കിൽ സ്ലോപ്പ് അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി മൂന്നാമത്തെ ലാസ്റ്റ് കേസ് കൂടെ നമുക്ക് നോക്കാം. സപ്പോസ് നമ്മുടെ ഗ്രാഫ് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഗ്രാഫല്ല, നമുക്ക് ഇത്തരം ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. ഇത്തരം ഗ്രാഫ് ഏതാണ്ട് ഇതുപോലെ, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ആൻഡ് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അത്തരം കേസിൽ തീറ്റ എങ്ങനെ എടുക്കണ്ടേ?
ഇതാണോ തീറ്റ എന്നാണ്ടേ ഇവിടെ ഈ ഫോം ചെയ്ത ഈ ആംഗിൾ ആണോ തീറ്റ എന്ന് പറയുന്നത്? അല്ല. നമ്മൾ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാ? തീറ്റ എപ്പോഴും എക്സ് ആക്സിസിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്നാണ്ട്. ഇതാണ് തീറ്റ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എന്താണ്? ഈ തീറ്റ 90യെക്കാട്ടിലും വലുതല്ലേ? ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലേ? അങ്ങനെയെങ്കിൽ ടാൻ തീറ്റ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് ആയിരിക്കും. സോ ഇതാണ് ആ 3 കേസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് തീറ്റയുടെ വാല്യൂ 90യെക്കാട്ടിലും ചെറുതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് 0 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 0 ആയിരിക്കും. സ്ലോപ്പിൻ്റെ വാല്യൂ വന്നിട്ട് 0 ആയിരിക്കും. ഇനി മറിച്ച് നമുക്ക് തീറ്റയുടെ വാല്യൂ 90യെക്കാട്ടിലും വലുതാണ്, അങ്ങനെയെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് ഡസൻ മാറ്റർ ഇവിടെ എക്സ് ടി ഗ്രാഫോ അല്ലെങ്കിൽ വി ടി ഗ്രാഫോ എന്ത് ഗ്രാഫ് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ നോക്കുന്നേ ഇല്ല. ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ നമ്മളിവിടെ അറിയുന്നുള്ളൂ. മനസ്സിലായല്ലോ? സോ ഇതാണ് അവിടുത്തെ കണ്ടീഷൻ. ഇനിയും അതുപോലെ തന്നെ ഏരിയ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. ഏരിയ എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ വരാം? ഒന്നെങ്കിൽ വേണ്ടേ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഇതുപോലെ വരാം. ഉണ്ട് ഇങ്ങനെ ഈ ഒരു മേൽഭാഗത്തായിട്ട് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വരാം. അല്ലെങ്കിൽ വേണേൽ ചിലപ്പോൾ താഴെയായിരിക്കും വരുന്നത്. വേണ്ടേ ഓക്കെ, ഇങ്ങനെ ഗ്രാഫ് എന്ന് വെച്ചോ. എന്നിട്ട് വേണ്ട ഈ ഒരു ഭാഗം ഇവിടെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ഈ ഒരു പാറ്റേണിലും വരാം. എങ്ങനെ വേണമെങ്കിലും ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ഏരിയകൾ വരാം. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ? അത് ഇത്ര ഏരിയ മേളിലും ഉണ്ട് താഴെയുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ ഏരിയയും കാര്യങ്ങളും വരുന്നത്. ഇനി ഓർക്കേണ്ട കാര്യം, ഓക്കെ, ഡിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 2 കോൺസെപ്റ്റ് അല്ലേ ഉള്ളത് ഏരിയ കണ്ടത് ഗ്രാഫിൽ, ഫോർ വെക്ടർ ആൻഡ് ഫോർ സ്കേലാർ. സ്കേലാർ ആണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. എന്താണോ കിട്ടുന്ന ഏരിയ എല്ലാം കൂടി അങ്ങ് ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാന്ന് വെച്ചോ. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയെങ്കിൽ A1 ഇത് A2. സോ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ജസ്റ്റ് A1 + A2 അങ്ങ് കൂട്ടിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും, ഇത് മേളിലല്ലേ ഇത് താഴോട്ടല്ലേ, അപ്പോൾ മേളത്തെ പോസിറ്റീവ് താഴത്തെ നെഗറ്റീവ് അങ്ങനെ കാണും എടുക്കണോ എന്നൊക്കെ ചിലപ്പോൾ ഒരു സംശയം, ഒരു തോന്നൽ വരാം. അങ്ങനെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട. ഇഫ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയുടെ ഗ്രാഫാണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ ഡിസ്റ്റൻസ് അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ഇത് ഡിസ്റ്റൻസ് ആണേ, ഡിസ്റ്റൻസ്. സോ അങ്ങനെയെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യാം. മേളിൽ വന്നാലും താഴെ വന്നാലും എല്ലാവരും കൂടെ പിടിച്ച് ആഡ് ചെയ്യാം, നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി വെക്ടർ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, അങ്ങനെ എന്തെങ്കിലും സാധനമാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചോ. എന്താണ് ചെയ്യാൻ പോകുക? ഫോർ എക്സാമ്പിൾ